ഈ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചരിത്ര രചന എന്താണെന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം അതിൽ വ്യത്യസ്ത രീതികളുണ്ടെന്നും വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭൂതകാലത്തെ ആളുകൾ നോക്കിക്കണ്ടത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചത്. അപ്പോൾ ഇനി കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴത്തേനും കേരളത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചരിത്ര രചനാ രീതിയോ അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യരെ മനസ്സിലാക്കുന്നതിനൊരു പ്രത്യേക വിശകലന രീതിയോ സിദ്ധാന്തമോ വേണമോ എന്നുള്ളൊരു പിടിവാശിയോ ഒന്നും തന്നെയില്ല. നമ്മൾ ലോകമെമ്പാടുമുള്ള രീതിശാസ്ത്രങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെ കുറിച്ച് മലയാളികളുടെ ഒരു ജീവിതത്തെയും ജീവിതത്തിൻ്റെ പരിവർത്തനങ്ങളെയും സംബന്ധിച്ചുള്ള ആലോചനയും മനസ്സിലാക്കുന്നത് നമ്മൾ ഇതേ രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൻ്റെ ഒരു വലിയ കുഴപ്പം പിടിച്ച ഒരു പ്രതിഭാസം തന്നെയാണ് ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാതിയെ ആയിരിക്കാം ചില ആളുകൾ നോക്കാൻ ശ്രമിക്കുന്നത്. എന്ത് തന്നെയായാലും കേരളത്തിൻ്റെ ഒരു ആലോചനയെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് തന്നെ പല രീതിയിലുണ്ട്. കേരളമെന്നല്ല നമ്മൾ ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലോ. ഇപ്പോൾ ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ എന്നുള്ള രീതിയിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. വലിയൊരു പീരീഡിനെയാണ് നമ്മൾ ഇപ്പോൾ അങ്ങനത്തെ വേറൊരു രീതിയൊക്കെ വന്നിട്ടുണ്ട്. ബിഗ് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു രീതിയൊക്കെ ഉണ്ട്. ബിഗ് ബാങ് തിയറിയുടെ ആ ഒരു മഹാവിസ്ഫോടനം മുതൽ ഇന്ന് വരെ നടന്ന അതിനെ നമ്മൾ ഒറ്റ ചരടിൽ കോർത്തിണക്കി പറയേണ്ടതാണ് ചരിത്രം എന്നൊരു ആലോചനയൊക്കെ ഈ സമീപ സമയത്ത് മുൻപോട്ട് വെക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും നമ്മുടെ ഒരു പഠിക്കുന്നതിനും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും സ്വതന്ത്രമായി പറയുന്നതിനും ഒക്കെയായി നമ്മൾ സാധാരണ ചരിത്രത്തെ മൂന്നായി കണ്ടുകൊണ്ട് തന്നെയാണ് ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. അപ്പോൾ ഈ മൂന്ന് മേഖലകളിലും നിരവധി ഗവേഷകരും ചരിത്രകാരന്മാരുമൊക്കെ നിരവധി കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒരുപാട് ആളുകൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല തന്നെയാണ്. എന്ത് തന്നെയായാലും നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇനി വരുന്ന ഭാഗങ്ങളിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നതും ആധുനിക ചരിത്രത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ആധുനിക ചരിത്രം എന്ന നിലയിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷമുള്ള ഒരു ചരിത്രം എന്ന നിലയ്ക്കാണ് നമ്മൾ സാധാരണ. അതിനെ സംബന്ധിച്ചൊരു തർക്കം നിലവിലുണ്ട്. ഈ ഒരു ഡിവിഷനെ സംബന്ധിച്ചുള്ള ഒരു തർക്കം തന്നെയുണ്ട്. ഏത് സമയമാണ് മിഡീവൽ, മോഡേൺ, ഏൻഷ്യൻ്റ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുക എന്ന ചില ചോദ്യങ്ങളൊക്കെ മുൻപോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രത്തിന് ഈ വർഗീയപരമായി തന്നെ തരംതിരിച്ച ഒരു കാഴ്ച നമ്മൾ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജെയിംസ് മിൽ എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയനുണ്ട്, ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ. അപ്പോൾ അദ്ദേഹം ഈ അന്നത്തെ ICS വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനൊക്കെ വേണ്ടി അദ്ദേഹത്തിൻ്റെ പുസ്തകം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ട്. അപ്പം അദ്ദേഹം ഒരു ചരിത്രം മുൻപോട്ട് വെച്ചു. ഈ പഴയ ഓറിയൻ്റലിസ്റ്റുകളുടെയും ഇൻഡോളജിസ്റ്റുകളുടെയൊക്കെ സിദ്ധാന്തങ്ങളെയൊക്കെ വിളിച്ചതിൽ ഇന്ത്യയുടെ ചരിത്രത്തിന് ഏൻഷ്യൻറ്റിനെ ഹിന്ദു ഇന്ത്യ എന്നും മധ്യകാല ഇന്ത്യനെ മുസ്ലിം ഇന്ത്യ എന്നും പിന്നീട് വരുന്നതിനെ ബ്രിട്ടീഷ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഇന്ത്യ എന്നൊരു ആലോചനയൊക്കെ അദ്ദേഹം മുൻപോട്ട് വെക്കും. അങ്ങനെ ഇന്ത്യ ചരിത്രത്തിനെ മൂന്നായി വർഗീയപരമായി തരംതിരിച്ച ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് റോമില താപ്പറിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ അതിനെ ഖണ്ഡിക്കുകയും അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റുകൾ വളരെ തെറ്റാണ് എന്നൊരു നിരീക്ഷണമൊക്കെ നിരവധി ആളുകൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. റോമില താപ്പറാണ് അതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിരിക്കും. അപ്പോൾ ഏർലി ഇന്ത്യ പോലുള്ള പുസ്തകങ്ങളൊക്കെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തൊക്കെ ഇത് വളരെ വിശദമായ രീതിയിൽ റോമില താപ്പർ പരാമർശിക്കുന്നു. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഒരു കൊളോണിയൽ ആധിപത്യത്തിൻ്റെ വരവിന് ശേഷമാണ് ആധുനിക ചരിത്രം എന്ന നിലയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമുക്ക് 1498 മുതൽ ഇവിടെ ഒരു യൂറോപ്യൻ പ്രസൻസ് സ്ഥിരമായി കാണാൻ സാധിക്കുന്നുണ്ട്. പോർച്ചുഗീസുകാർ 1498 വരുന്നുണ്ട്. പിന്നീട് അതിനുശേഷം 1600-കളുടെ മധ്യത്തോടുകൂടി ഡച്ചുകാർ വരുന്നു, ഫ്രഞ്ചുകാർ വരുന്നു. അങ്ങനെ പല ആളുകൾ, ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കച്ചവട കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പീരീഡിനെ നമ്മൾ മോഡേൺ എന്ന് വിളിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ച ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. അതായത് മോഡേൺ എന്ന് പറഞ്ഞൊരു സങ്കല്പത്തെ നമ്മൾ പറയുന്നത് പ്രധാനമായും യൂറോപ്യൻ പ്രസൻസിൻ്റെ ഒരു തുടർച്ചയെ സംബന്ധിച്ചുള്ളൊരു നിമിഷത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 1498 മുതൽ പോർച്ചുഗീസുകാരുടെ ഒരു പ്രസൻസ് ഉള്ള സ്ഥിതിക്ക് ആ സമയം മുതൽ തുടങ്ങണമെന്നോ അതല്ലെങ്കിൽ 1792 ബ്രിട്ടീഷുകാർ ഈ ബ്രിട്ടീഷ് മലബാർ എന്നൊരു നിലയിലേക്ക് മാറ്റുന്നത്. അവരുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്മീഷൻ വരികയും മലബാർ പ്രദേശം ബ്രിട്ടീഷുകാരുടെ ആദ്യ സമയങ്ങളിൽ ബോംബെ പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു. പിന്നീട് 1800-കൾക്ക് ശേഷമാണ് നമ്മൾ മദ്രാസിൻ്റെ കീഴിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയം മുതലായിരിക്കണം നമ്മൾ മോഡേൺ എന്ന് പറയേണ്ടത് എന്നൊരു തർക്കമൊക്കെ ചില ഹിസ്റ്റോറിയന്മാർക്കിടയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇങ്ങനത്തെ ഒരു രീതി, അതായത് ഒരു കാലത്തെ സംബന്ധിച്ച്
ചരിത്രരചനയെ സംബന്ധിച്ചൊക്കെയുള്ളൊരു നിരീക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം, പ്രത്യേകിച്ച് ചരിത്രം പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ ഒരു അടിത്തറ എന്ന നിലയിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഓരോ നിരീക്ഷണങ്ങളും വരുന്നത്. എന്തായാലും ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷമുണ്ടായ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ചരിത്രരചനകൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കുക. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വടക്കൻ കേരളത്തെ സംബന്ധിച്ചുള്ള ആലോചനകൾ, പ്രത്യേകിച്ച് മലബാർ കേന്ദ്രമാക്കിയുള്ള ആലോചനകളിൽ സ്വാഭാവികമായിട്ടും അവർ പ്രധാനമായും നോക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചില പദ്ധതികളെ, അവരുടെ ചില ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്നുള്ള രീതിയിലുള്ള ചില തോട്ടം മേഖലകളൊക്കെ വയനാട്ടിലും അഞ്ചരക്കണ്ടി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ, കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തുടങ്ങിയ തോട്ടങ്ങളുടെയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണപരിഷ്കാരങ്ങളും മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനകളൊക്കെ നോക്കുന്ന ചില ചരിത്രകാരന്മാരെയൊക്കെ കാണുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്ന മലബാർ കലാപം പോലുള്ള ചില കാർഷിക കലാപങ്ങളെ സംബന്ധിച്ചുള്ള ഇപ്പോൾ KN പണിക്കരെ പോലെയൊക്കെയുള്ള ആളുകളുടെയൊക്കെ പഠനങ്ങളൊക്കെ നമ്മൾ ഒരു സൈഡിൽ കാണുന്നു. അങ്ങനെ ആ ഒരു പീരീഡിനെ സംബന്ധിച്ച് മലബാറിനെ മുൻനിർത്തി ബ്രിട്ടീഷ് ഭരണവും അവരുടെ പ്രവർത്തനങ്ങളും അതിനോട് ഉള്ള എതിർപ്പുകളും ചില വ്യക്തികളെയുമൊക്കെ കേന്ദ്രത്തിൽ കൊണ്ടുവന്നുകൊണ്ടുള്ള ആലോചനകളാണ് അവിടെ നടക്കുന്നത്. ഇനി ഇതേ സമയം തെക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ കൂടെ വ്യത്യാസമായിട്ടുള്ള ചില കാഴ്ചകളാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും അതൊരു നാട്ടുരാജ്യമാണ്. അവിടെ നിരവധിയായിട്ടുള്ള ഒരുതരം ഈ ജാതിവിരുദ്ധ പ്രക്ഷോഭങ്ങളെ നമ്മൾ വ്യാപകമായ രീതിയിൽ കാണുന്നൊക്കെയുണ്ട്. അപ്പം പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരു മൂവ്മെൻറ്റിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ പിന്നീട് വരുന്ന അയ്യങ്കാളി പ്രസ്ഥാനങ്ങളെ, പൊയ്കേലപ്പച്ചനെ, പാമ്പാടി ജോൺ ജോസഫ് എന്നൊക്കെ തുടങ്ങി നിരവധിയായിട്ടുള്ള ആളുകളെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അവരെ മുൻനിർത്തിക്കൊണ്ടുള്ള ആലോചനകൾ നടത്തുന്നത്, അതായത് നമ്മുടെ ഒരു സാമൂഹ്യ മാറ്റത്തെ നിരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും ചോദ്യം വരുന്നത്. ഒന്ന്, ഈ ബ്രിട്ടീഷ് കൊളോണിയലിസം വന്നതോടുകൂടി എങ്ങനെയെല്ലാമാണ് ആളുകൾ അതിനോട് പ്രതിഷേധിച്ചത്, പ്രതിരോധിച്ചത്, അതിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ വേറെ ചില ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഉണ്ടായി നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഈ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ എന്തെല്ലാമായിരുന്നു, അവരുടെ അന്വേഷണങ്ങൾ എന്തെല്ലാമായിരുന്നു, അവരെന്തെല്ലാം പഠിപ്പിക്കലുകളാണ് മുൻപോട്ട് വെച്ചത് എന്ന് പറയുന്ന വേറൊരു കൂട്ടം ആളുകളെയാണ് നമ്മൾ കാണുന്നത്. മറ്റ് ചില ആളുകൾ പറയുന്നത് നമ്മളങ്ങനെയല്ല, നമ്മൾ ചില ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മൂലധന നിക്ഷേപങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തിക ചരിത്രകാരന്മാരൊക്കെയാണ് അത് അന്വേഷിക്കുക. അപ്പോൾ നമ്മുടെ തോട്ടം മേഖല ഉയർന്നു വന്നത് എങ്ങനെയാണ്, കാർഷിക മേഖല, കുട്ടനാടൻ മേഖലകൾ ഉയർന്നു വന്നതിൻ്റെ ഒരു ചരിത്രം, അവിടുത്തെ ഒരു ലേബർ റിക്രൂട്ട്മെൻറ്റുകൾ എങ്ങനെയെല്ലാമാണ്, ഇതെങ്ങനെയെല്ലാമാണ് ഒരു നിലവിലൊരു ലേബർ സ്ട്രക്ചറിനെ മാറ്റിയത് തുടങ്ങിയ അന്വേഷണങ്ങൾ നടക്കുന്ന മറ്റൊരു കൂട്ടം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. വേറെ ചില ആളുകൾ പറയുന്നു നമ്മൾ അതോടൊപ്പം തന്നെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ വന്ന ഈ പ്രൊട്ടക്ഷൻ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ നിരീക്ഷിക്കേണ്ടതാണെന്നും അവർ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയത് എന്ന ഒരു കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതാണെന്നും അവരുടെ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ, അത് പല ബ്രാഞ്ചുകളുണ്ട്. അതിന് മെഡിക്കൽ ഫീൽഡിനെ സംബന്ധിച്ച് വരുന്നു, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള ആലോചനകളുണ്ട്, അതുപോലെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ബൈബിളിൻ്റെ പരിഭാഷയും മറ്റ് മലയാളം സാഹിത്യത്തിൻ്റെ ഒരു വേറിട്ട ഒരു പദ്ധതികളൊക്കെ രൂപപ്പെടുന്നതൊക്കെ ആ ഒരു സമയം മുതലാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ മറ്റ് ചില ആളുകൾ പറയുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയാണ് നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം നമുക്കുണ്ടായ മാറ്റങ്ങളെ പല രീതിയിൽ ചരിത്രകാരന്മാർ പഠിക്കാൻ ശ്രമിക്കുകയാണ്. തോട്ടങ്ങളെ മുൻനിർത്തിയാകാം, ബ്രിട്ടീഷ് പോളിസികളെ മുൻനിർത്തിയാകാം, ക്രിസ്ത്യാനിറ്റിയെ മുൻനിർത്തിക്കൊണ്ടാകാം, അതിനുള്ളിൽ തന്നെ സ്കൂള്, വിദ്യാഭ്യാസം, നമ്മുടെ മറ്റ് തല ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനകൾ, അതോടൊപ്പം തന്നെ ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്ന പേരിട്ട് വിളിക്കുന്ന ഓരോ പ്രസ്ഥാനങ്ങളും, ജാതിവിരുദ്ധ പ്രക്ഷോഭങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ എങ്ങനെയൊക്കെയാണ് കേരളത്തിലെ ആളുകളെ മാറ്റിയത് എന്ന അന്വേഷണം നടത്തുന്ന വേറെ ചില ആളുകളുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതായത് ഇത് മാത്രമുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, പല രീതിയിൽ നമ്മൾ ചില മാതൃകകൾ അല്ലെങ്കിൽ ചില മോഡലുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ ഒരു ചരിത്രം അന്വേഷിക്കപ്പെടുന്നതിൻ്റെ അകത്ത് ഇന്ന രീതിയിലൊക്കെയാണ് ആളുകൾ പ്രധാനമായും കാര്യങ്ങളെ കൈകാര്യം ചെയ്തത് എന്നാണ് പറയുന്നത്.